Hello, welcome to Chaku's Heaven. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഹാള് ബുക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് 8 5:45 സമയം. അപ്പോൾ ഞാൻ പഠിക്കാനിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഇങ്ങനെ ക്യാമറ ഒക്കെ നമുക്ക് ഇങ്ങനെ എന്നെ ഡേറ്റിലേക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ക്യാമറ ഓൾറെഡി ബുക്കിംഗ് ആയി. പക്ഷെ നമ്മുടെ ഒരു ഭാഗ്യത്തിന് രാവിലത്തെ വെഡിങ് മാത്രമേ ഉള്ളൂ, റിസപ്ഷൻ പരിപാടി ഇല്ല. അപ്പം നമ്മുടെ സമയം വന്നിട്ട് ഈവനിങ് ടൈം ആണല്ലോ. അപ്പോൾ അത് കാരണം ക്യാമറാമാൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ സമയത്താണ് ഈ ഹാളിന്റെ ചർച്ച പെട്ടെന്ന് കയറി വന്നത്. ഹാളൊക്കെ ആണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടോ എന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ സജഷൻസിൽ 1-2 ഹാളുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു ഓപ്പൺ സ്പേസ് വേണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷെ എല്ലാവരും വരാനുള്ള സൗകര്യവും അതെല്ലാം നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ നോക്കിയിട്ട് നല്ല അടിപൊളി കോസ്മോസ് സ്ക്വയർ ഹാളാണ് നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഹാളിലേക്ക് ബുക്ക് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാം ഓരോ നിമിത്തങ്ങളായിരിക്കും. കാരണം ഞാൻ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് എൻ്റെ മനസ്സ് മൊത്തം ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോള് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒക്ടോബർ 1 മുതലുള്ള ബുക്കിങ്സിന് അവർ എമൗണ്ട് കൂട്ടാൻ പോവാണെന്നുള്ളതാണ്. പിന്നെ ഏപ്രിലേക്ക് മാർച്ചിലേക്ക് അവർക്ക് ബുക്കിങ്സ് ഉണ്ട്. പിന്നെ ഈ ഫെബ്രുവരി ഫസ്റ്റത്തെ വീക്ക് എന്ന് പറയുന്നത് ഭയങ്കര വെഡ്ഡിങ് സീസൺ ഉള്ള ഒരു ടൈമാണ്. ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു 3-4 പേർക്കൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വെഡിങ് ആനിവേഴ്സറി ആ ഒരു ടൈം പീരീഡിൽ തന്നെ വരണേ. അപ്പൊ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് എൻ്റെ കഴിഞ്ഞ വർക്കിന്റെ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, ലൈക്ക് ക്യാഷ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എമൗണ്ട് കൊണ്ട് നമ്മൾ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിടാൻ പോവാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഹോള് നമുക്ക് ആയി എന്നുള്ളൊരു പകുതി സമാധാനമായല്ലോ. ഫുഡ് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, പക്ഷെ ഹോള് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയാ. ഞാനിനി പറയുന്നത് സ്പീഡ് കൂട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ടെൻഷനും വെപ്രാളൊക്കെ ആയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരുന്നത് ഒഫീഷ്യലി ഇതിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുക ഒക്ടോബർ നവംബർ ടൈം ആകുമ്പോൾ. ഒക്ടോബറിൽ നമ്മൾ കോസ്റ്റ്യൂം ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണു. നവംബർ തൊട്ട് നമ്മൾ ക്ഷണിക്കാൻ പോകുന്നതും ബാക്കി നമ്മൾ വീഡിയോസിലൂടെ ഇങ്ങനെ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് അതൊക്കെ നവംബറിൽ തുടങ്ങാമെന്നുള്ള ഒഫീഷ്യൽ തീരുമാനമായിരുന്നു. പക്ഷെ ഇത് എല്ലാം കൂടി പെട്ടെന്ന് ഇപ്പോൾ വന്നപ്പോൾ ഐ വാസ് നോട്ട് പ്രിപ്പയർഡ്. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ടെൻഷൻസും ചെറിയ ഒരു ഹറിബറി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ ആദ്യമായിട്ട് നടത്താൻ പോകുന്നൊരു പരിപാടിയാണ്. അതായത് ഇത്രയും നാളും വീട്ടിൽ മാത്രമേ ഞങ്ങൾ പരിപാടി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം എങ്ങനെ നടത്തുന്നു അതേ എഫക്റ്റിലാണ് ഞാനും മിസ്റ്റർ തങ്കപ്പന് ഉറക്കം ശരിയാവാത്ത കാരണമാണ് അവൻ ക്യാമറയിൽ വരാത്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇനി അവനെ കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കാനുണ്ടോ? നമ്മുടെ ക്യാമറാമാനായിട്ട് ഓൾവേസ് നമ്മുടെ തങ്കപ്പൻ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ടാണ് ഉണ്ടോ. അപ്പൊ അവളും കൂടി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അവളും ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നും അവളുണ്ട്. അപ്പോൾ അവളെ പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഒട്ടും സമയമില്ല. പിന്നെ 1-2 കാര്യങ്ങളൂടെ ഉണ്ട്, വഴിയെ കാണിച്ചു തരാം. അപ്പോൾ സുരേഷേന്റെ കടയിൽ നിന്ന് ഒരു പഴം വാങ്ങാനായിട്ട് പോയതാണ് കേട്ടോ. അവൻ ജിമ്മിന് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു പഴം വാങ്ങിയിട്ടാണ് പോവാറ്. അപ്പോൾ ഇന്നും കുട്ടിക്ക് ജിമ്മിന് പോകണം എന്നുള്ള പ്ലാനിലാണ് നിൽക്കണേ. അറിയില്ല, പക്ഷെ ഈ ഉറക്കം ശരിയാവാത്ത കാരണം ആകെ തല തിരിഞ്ഞിട്ടാണ് കക്ഷി ഇരിക്കണേ. അതുപോലെ നമ്മുടെ ഡ്രസ്സും ഒന്ന് തയ്ക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്. എൻ്റെ ഒരു ഡ്രസ്സ് കീറിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യിക്കണം. അതുപോലെ അയ്യോ ഗൂഗിൾ പേയിലുള്ളോ? എന്താ നിന്റെ അഭിപ്രായം? നിനക്ക് ഇഷ്ടം? ഇതൊക്കെ ലൈറ്റ് ഇടുമായിരിക്കും ഞാൻ വിചാരിക്കണം. സെറ്റ് ആവും. അതെ, ഓണറിന്റെ വീട് ഇതാന്ന് തോന്നുന്നുണ്ട് ഗൈസ്, ഓണറിന്റെ വീട്.
ഇതാദ്യം കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ദൈവമേ മിന്നിച്ചേക്കണേ. അപ്പം അങ്ങനെ നമ്മൾ അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ടുള്ള 5000 രൂപ അവിടെ കൊടുത്ത് പോന്നു. നമ്മൾ നോൺ എ സി ഹോളാണ് ബുക്ക് ചെയ്തത്. എനിക്കറിയാം ഈ വ്ളോഗ് കാണുന്ന നിങ്ങളും ഈ പരിപാടി എന്താണ് ഫേസ് ചെയ്യാൻ പോകുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡേറ്റ് ചൂസ് ചെയ്തതെന്നുള്ളത്. നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റ് ഫെബ്രുവരി 4-ാം തീയതി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഉദ്ദേശിച്ച ഹാളിൻ്റെ അവിടെ പെരുന്നാളാണ്. അപ്പോൾ അവർക്ക് ഹാള് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പ് അടുത്ത് വരുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. സോ ഇട ദിവസം വെക്കാൻ എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം വരുന്ന ആൾക്കാർ സമാധാനമായിട്ട് വന്നോ, നാളെ ജോലിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇന്നിവിടെ അടിച്ചു പൊളിച്ച് പോകാം എന്നുള്ളൊരു വൈബിൽ നാളെ ഇനി വർക്കിന് പോകണ്ടേ. അപ്പോൾ ആ ഒരു സാധനം അവരുടെ മനസ്സിലുണ്ടാവരുത് എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചത്തെ വീക്കെൻഡാണ്. സോ 28-ന് ബുക്ക് ചെയ്യാം എന്നുള്ള പ്ലാനായിരുന്നു. സൺഡേ വളരെ സന്തോഷപൂർവ്വം അന്നും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം സന്തോഷപൂർവ്വം എന്ന് പറയില്ല, അൺഫോർച്ചുനേറ്റ്ലി അന്നും അവർക്ക് ബുക്കിംഗ് ഉണ്ട്. പിന്നെ ഒറ്റൊരു ഓപ്ഷൻ ഉള്ളത് 27th ആണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ജാനുവരി 27th എത്തിയത്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പലർക്കും തോന്നാം ഓക്കെ അയ്യോ ഒരു 25th വെഡ്ഡിങ് ആനിവേഴ്സറി സൺഡേ ഫെബ്രുവരി 4-ന് വന്നിട്ട് എന്തുകൊണ്ട് ഇവർ ഈ ഹോളിന് തന്നെ ചൂസ് ചെയ്തു, ഇവർക്ക് ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞ എമൗണ്ടിൽ മറ്റുള്ള പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു ചോദ്യം പലർക്കും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒരുപാട് അന്വേഷിച്ചു. നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, ലൈക്ക് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, ഇന്ന കാര്യത്തിന് ഇത്ര രീതിയിൽ വേണം പോകാൻ, അല്ലെങ്കിൽ ഇതൊക്കെ വേണം എന്നുള്ളൊരു ക്ലിയർ ഐഡിയ ഒന്നല്ലെങ്കിൽ ഇത്ര കാലമായിട്ട് ഞാനിതിനു വേണ്ടി ഞാൻ സ്വപ്നം കണ്ട് നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പലരോടും അന്വേഷിച്ചും ചോദിച്ചുമൊക്കെ നമുക്കൊരു ബേസിക് പ്ലാൻ ഉണ്ട്, ഇതാണ് നമ്മുടെ ബഡ്ജറ്റ്. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലും വേണമെങ്കിൽ നടത്താം, വീട്ടിലിപ്പോൾ ഫ്രണ്ടിൽ റോഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഹോൾ എടുത്ത് നടത്താം. പക്ഷെ എൻ്റെ ആഗ്രഹം ഇതാണ്, ഇങ്ങനെ നടത്താൻ, ഈ രീതിയിൽ നടത്താനാണ് എൻ്റെ ആഗ്രഹം. സോ എൻ്റെ കയ്യിൽ പൈസ ഉള്ള കാരണം ഞാൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹോള് തന്നെ വേണം എന്നുള്ളൊരു കാര്യം. ആക്ച്വലി AC എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഫുഡിൻ്റെ ബഡ്ജറ്റ് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാവുന്നുള്ള കാരണം ഞങ്ങൾ നോൺ AC ആണ് ഇപ്പോൾ കറൻ്റ്ലി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി AC നമുക്ക് മാറണമെങ്കിൽ തന്നെ 2 days മുമ്പ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് AC മാറ്റി കൺവേർട്ട് ചെയ്ത് തരാം, പൈസ കൂടുതൽ അടച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനുള്ള കാരണം നോൺ AC ആണ് കറൻ്റ്ലി ബുക്ക് ചെയ്തേക്കണേ. സോ അതുപോലെ അവിടെ ചെന്ന സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ അതുപോലെ നമ്മൾ ഹോള് കണ്ട് ഇറങ്ങിയപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ പറഞ്ഞ കാരണം പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല. ഇന്ന് തന്നെ പോയിട്ട് പെട്ടെന്ന് അഡ്വാൻസ് കൊടുത്ത് നമ്മുടെ പേരിലേക്ക് ആക്കിയിട്ടു, ആ ഡേറ്റ് നമ്മൾ ലോക്ക് ചെയ്തിട്ടു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് കാരണം വീഡിയോസൊന്നും കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല, അതാണ് സംഭവം. അപ്പം അങ്ങനെ ഞങ്ങൾ ഹോള് ബുക്ക് ചെയ്തു. ഹോള് കാണാൻ പോയതും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായതും ഓഗസ്റ്റ് 8-ാം തീയതിയാണ്, ഉച്ച തിരിഞ്ഞിട്ടുള്ള ടൈമിലാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഹോള് ബുക്ക് ചെയ്തത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. ഒരു 5:30 സമയത്ത് ഒക്കെയാണ്, 5 മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ അവിടെ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തത്. എനിക്ക് ആക്ച്വലി ഇതൊരു കല്യാണം നടത്തുന്ന ഫീലാണ് വരണേ, സത്യം പറയാലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം നടത്തുന്നു എന്നുള്ളൊരു തോന്നലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണേ. അപ്പം അത്രയും ഭംഗിയാക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. സോ ഞാൻ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ ഏർണിങ്സ്, എൻ്റെ സ്വന്തം എൻ്റെ മാത്രം ഏർണിങ്സിലാണ് ഈ പരിപാടി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു, എൻ്റെ ഏർണിങ്സിലാണ് ഇതൊക്കെ ചെയ്യണേ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അയ്യോ, ഇനിയിപ്പോൾ ബാക്കിയുള്ള വീഡിയോസിൽ നിങ്ങൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വെഡ്ഡിങ് ആനിവേഴ്സറി സീരീസ് കണ്ടിന്യൂ ചെയ്യും. ഇത് എത്രാമത്തെ വീഡിയോ ആണ്, ഏത് വീഡിയോ ആണ്, എന്താണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.